നമസ്കാരം. വൈറ്റ്സ് ഓൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. സാറേ നമസ്കാരം. സാറേ, ഈ ടീകോം സ്മാർട്ട് സിറ്റി ഒരുപാട് ചെറുപ്പക്കാരുടെ മനസ്സിൽ കുളിർമ കോരിയിട്ട അല്ലെങ്കിൽ പ്രതീക്ഷകൾ വിതറിയ ഒരു പദ്ധതിയായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരാണ് ഈ സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് ഉമ്മൻചാണ്ടി സാർ തുടക്കം കുറിച്ച അതേ നിമിഷം തന്നെ ശക്തമായ പ്രതിഷേധവുമായി CPIM രംഗത്ത് വരികയും ചെയ്തിരുന്നു. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നത് VS അച്യുതാനന്ദനാണ്. അതിനുശേഷം പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രിയാവുകയും മുഖ്യമന്ത്രി പദവി ഒഴിയുന്നതിൻ്റെ അവസാന നിമിഷത്തിൽ സ്മാർട്ട് സിറ്റിയെ വളരെ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ളൊരു ശ്രമമൊക്കെ അദ്ദേഹം നടത്തിയിരുന്നു. കാരണം ടീകോമും കേരള സർക്കാരുമായിട്ടുള്ള എഗ്രിമെൻറ്റുകളിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തി അത് ചെറുപ്പക്കാർക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു എന്ന പ്രതീതിയൊക്കെ കേരളത്തിൽ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഈ സ്മാർട്ട് സിറ്റി എന്ന പദ്ധതിയും ടീകോം എന്ന കമ്പനിയെയും കേരളത്തിലെ ചെറുപ്പക്കാരെയും പറ്റിച്ചിരിക്കുന്നത് CPM-ഉം തുടർന്ന് വന്നിട്ടുള്ള CPM-ൻ്റെ സർക്കാരും ആണ് എന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. കാരണം ഈ സമയബന്ധിതമായിട്ട് ഈ വിദേശ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന അല്ലെങ്കിൽ വിദേശ കമ്പനികളുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഏത് പ്രൊജക്റ്റ് ഇന്ത്യയിൽ വന്നാലും കേരളത്തിൽ വന്നാലും അത് സമയബന്ധിതമായി പൂർത്തിയാക്കാത്ത പക്ഷം ആ പ്രൊജക്റ്റുകളൊന്നും സക്സസ് ആവത്തില്ല, അല്ലെങ്കിൽ വിജയകരമാവത്തില്ല, അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യപ്രാപ്തിയിലെത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ എന്താ പറയുക, ഏകദേശം ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ തങ്ങൾക്ക് അഭയമായി മാറുമായിരുന്നു എന്ന് പ്രതീക്ഷിച്ചിരുന്ന സ്മാർട്ട് സിറ്റി ഒരുപാട് ഇതുമായി അനുബന്ധമായിട്ട് ഒരുപാട് ബിൽഡേഴ്സ് ഫ്ലാറ്റ് പണിതിടുകയും ഒക്കെ ചെയ്തു. പക്ഷെ ഇതൊക്കെ എന്താ പറയുക, വെള്ളത്തിൽ വരച്ച വര പോലെയായി മാറി എന്നുള്ളതാണ് സത്യം. കാരണം ഒരുപാട് ചെറുപ്പക്കാർ മറ്റേ ഈ IT സംബന്ധമായ ജോലികൾക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ പഠിച്ചു തുടങ്ങി +2 കഴിഞ്ഞതിന് ശേഷം. ഇതെല്ലാം വെറുതെ ആവുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമുക്ക് മുമ്പിൽ ഉള്ളത്. സത്യത്തിൽ ഈ CPM-ഉം അതിനുശേഷം വന്നിട്ടുള്ള CPM-ൻ്റെ ഇടതുപക്ഷ സർക്കാരും ചേർന്ന് ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയെ കൊല്ലുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അതല്ലേ സത്യം? ഒരുപക്ഷെ നമ്മൾ ഇപ്പോൾ കൊച്ചിയിലാണ് ഇരിക്കുന്നത്. കൊച്ചിയുടെ ചിത്രം തന്നെ മാറിപ്പോയേക്കാമായിരുന്ന ഒരു പദ്ധതിയായിരുന്നു സ്മാർട്ട് സിറ്റി പദ്ധതി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ IT ഹബ്ബുകളിൽ ഒന്നായി ഈ സ്മാർട്ട് സിറ്റി പദ്ധതി മാറും എന്നായിരുന്നു അന്ന് പ്ലാൻ ചെയ്യുന്നത്. നമുക്കറിയാം, കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്താണ് ദുബായ് സർക്കാരിൻ്റെ പ്രാതിനിധ്യമുള്ള അല്ലെങ്കിൽ ദുബായ് സർക്കാരിന് കൂടുതൽ നിക്ഷേപമുള്ള ടീകോം എന്ന കമ്പനി, കമ്പനി സർക്കാരിൻ്റെ തന്നെ അണ്ടറിലുള്ളതാണ്. അതിൻ്റെ ഒരു ഉപകമ്പനിയാണ് ടീകോം എന്ന് പറയുന്ന കമ്പനി. ഈ ടീകോം എന്ന കമ്പനിയുമായിട്ടായിരുന്നു ഈ കുഞ്ഞാലിക്കുട്ടി ഈ വ്യവസായ വളർച്ചയുടെ ഭാഗമായി IT വ്യവസായത്തിൻ്റെ വലിയ കുതിച്ചുചാട്ടത്തിലേക്ക് കേരളത്തെ നയിക്കുന്ന ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നത്. ഈ പദ്ധതി നമുക്കറിയാം, കേരളത്തിൽ അന്ന് IT-ക്ക് വലിയ പ്രചാരം ലഭിച്ചിരുന്നില്ല. പക്ഷേ ഈ ഇന്റർനാഷണൽ IT ഹബ്ബായി ഈ കൊച്ചി മാറാമെന്നത് ഇന്റർനാഷണൽ ഗേറ്റ് വേ കൊച്ചിയിൽ വരുന്നു. അതുപോലെ ഗേറ്റ് വേ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് ഗേറ്റ് വേ കൊച്ചി വരുന്നതോടുകൂടി ഈ IT രംഗത്ത് വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ വേണ്ടി കൊച്ചിക്ക് കഴിയും എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കൊച്ചിയിൽ വലിയ നിക്ഷേപത്തിന് ദുബായ് ടീകോം കമ്പനി താല്പര്യമെടുക്കുകയും അതിൻ്റെ ചർച്ചകളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഈ പദ്ധതി പ്രഖ്യാപിച്ച അതേ സമയത്ത് തന്നെ ശരിക്കും 1 ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികൾക്ക് ഇവിടെ ജോലി ലഭിക്കും എന്നുള്ളതായിരുന്നു. വിദേശത്തുള്ള നിരവധിയായ യൂറോപ്പിലും അമേരിക്കയിലൊക്കെയുള്ള വിവിധ കമ്പനികൾ ഈ കൊച്ചിയിലേക്ക് വരികയും കൊച്ചിയിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാവുകയും ചെയ്യും എന്നായിരുന്നു. നമുക്ക് ആ സമയത്ത് ഹൈദരാബാദ് ആയിരുന്നു ഇന്ത്യയിലെ തന്നെ IT ഹബ്ബ്. പിന്നെ അത് ബാംഗ്ലൂരിലേക്ക് മാറി, പിന്നീട് കൊച്ചി. ഇതായിരുന്നു അന്ന് പ്ലാൻ ചെയ്തിരുന്നത്. ഇതിൻ്റെ ഒക്കെ ഫലമായിട്ടാണ് പിന്നീട് നമുക്കറിയാം തിരുവനന്തപുരത്തും കൊച്ചിയിലൊക്കെ ഇൻഫോ പാർക്കും ഇതൊക്കെ വരികയും IT വ്യവസായം കുറച്ചും കൂടി വലിയ കുതിച്ചുചാട്ടത്തിലേക്കൊക്കെ പോവുകയൊക്കെ ചെയ്തു. പക്ഷേ ഇവിടെ 246 ഏക്കർ സ്ഥലമാണ് കൊച്ചിയിൽ കാക്കനാട് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് അന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. ഇത് പാട്ടക്കരാർ പ്രകാരം ദീർഘകാലത്തേക്ക് ഉള്ള ഒരു പാട്ടം വ്യവസ്ഥയിൽ വേണം ഇത് കൊടുക്കാൻ എന്നും അതിൽ പൂർണ്ണമായ നിയന്ത്രണാധികാരം ആർക്ക് വേണം, ടീകോം കമ്പനിക്ക് വേണം എന്നൊക്കെയായിരുന്നു. 16% ഷെയർ ഈ കമ്പനികൾ കേരള സർക്കാരിന് ലഭിക്കും. മേജർ ഷെയർ എന്ന് പറയുന്നത് ടീകോം കമ്പനിക്കായിരിക്കും. അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളിലൊന്നും തൊഴിൽ നിയമങ്ങളൊന്നും ബാധകമായിരിക്കില്ല. അങ്ങനെ തുടങ്ങി കുറേ അധികം നിയമങ്ങളും അവർ ഈ സർക്കാരുമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഈ IT വ്യവസായത്തെ ആദ്യഘട്ടം തൊട്ട് തന്നെ അതിശക്തമായി എതിർക്കുകയും ഈ പദ്ധതി കേരളത്തിന് അനിവാര്യമല്ല എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള സമരമാർഗങ്ങളായിരുന്നു VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ നടന്നത് നമ്മളിൽ കാണേണ്ടതുണ്ട്. അപ്പോൾ VS അന്ന് പറഞ്ഞത് ഇത് തീർത്തും ഒരു തരത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് കച്ചവടം മാത്രമാണെന്നും
ഒരു വ്യവസായം ഇവിടെ വരാൻ പോകുന്നു, ഒരു കുതിച്ചുചാട്ടം ഇവിടെ ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആരോപണം. പക്ഷെ പിന്നീട് അദ്ദേഹം ഇരുന്ന അവസാന കാലഘട്ടത്തിൽ ചില നീക്കുപോക്കുകളെ കണക്കെ നമുക്കറിയാം, യൂസഫ് അലിയെ പോലുള്ള വലിയ വ്യവസായ പ്രമുഖരൊക്കെ ആയി ചേർന്നുകൊണ്ട് ദുബായ് സർക്കാരും ടീകോമിന്റെ അധികൃതരൊക്കെ ആയിട്ട് വലിയ രീതിയിൽ ചർച്ച നടത്തുകയും ഇതിൽ വലിയ മുന്നോട്ട് പോകാനുള്ള പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുകയൊക്കെ ചെയ്തു. ഇത് സർക്കാരുമായിട്ട് MOU ഒപ്പിടുന്നത് 2011 ഫെബ്രുവരി 2 ആയിരുന്നു. അപ്പൊ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഒരു ഘട്ടം തന്നെ പൂർത്തിയാകുന്നത്. അതിനിടയിൽ നമുക്കറിയാം ഈ സ്ഥലങ്ങൾ ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുണ്ടായ വളരെ തുച്ഛമായ പൈസയ്ക്കാണ് ഈ സ്ഥലങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഈ സ്ഥലം ഏറ്റെടുക്കൽ നടപടി പോലും വളരെ ഒച്ചിന്റെ വേഗതയിലായിരുന്നു. നമുക്കറിയാം ഈ IT വ്യവസായമൊക്കെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു കമ്പനി ഇന്റർനാഷണൽ ലെവലിൽ ഇത്തരത്തിലൊരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടി വരുന്ന സമയത്ത് 11 വർഷക്കാലം കഴിഞ്ഞൊക്കെ സ്ഥല ഏറ്റെടുപ്പ് പൂർത്തിയാക്കുക എന്ന് പറയുന്നത്. സാറേ, ഇതിനകത്ത് VS അച്യുതാനന്ദൻ പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിൽ തന്നെ നമുക്കൊന്ന് പിടിക്കേണ്ട കാര്യമുണ്ട്. കാരണം ഈ VS അച്യുതാനന്ദൻ ഈ സ്മാർട്ട് സിറ്റി പ്രൊജക്ടിനെ കണ്ടിട്ടുള്ളത് ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സായിട്ട് മാത്രമാണ്. അവിടെ കെട്ടിടം പണിയുകയും അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയും അവിടെ 5 സ്റ്റാർ ഹോട്ടലുകൾ വരികയും ഒക്കെ ചെയ്യുന്ന സമയത്ത്, കാരണം ഇന്റർനാഷണൽ ഫെസിലിറ്റീസ് ഒരു ക്യാമ്പസിനകത്ത് അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിനകത്ത് സൃഷ്ടിക്കുക, അതാണല്ലോ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത്. അവിടെ ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു ഇന്റർനാഷണൽ ഫെസിലിറ്റി അവിടെ സൃഷ്ടിക്കപ്പെടുന്നതോടുകൂടിയാണ് ഇവിടെ പണിതിട്ടിരിക്കുന്ന കെട്ടിടങ്ങൾ ഇന്റർനാഷണൽ കമ്പനികൾ ലീസിനെടുക്കുക അല്ലെങ്കിൽ റെന്റിനെടുക്കുക. അങ്ങനെ റെന്റിന് അല്ലെങ്കിൽ ലീസിന് എടുത്തതിന് ശേഷം അവിടെ ഈ കമ്പനികൾ പ്രവർത്തിച്ചു തുടങ്ങുന്ന സമയത്താണ് ടീകോമിന് ബെനിഫിറ്റ് ഉണ്ടായി ലാഭത്തിലേക്ക് വരുന്നത്. അത് കൂടാതെ തന്നെ ഒരുപാട് ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കുക. അതിപ്പോ കേരളത്തിൽ നിന്ന് മാത്രമുള്ള ചെറുപ്പക്കാർക്കാന്ന് പറയുന്നില്ല. ഒരു ഇന്റർനാഷണൽ കമ്പനി ഹയർ ചെയ്യുന്നത് ഒരുപക്ഷെ അത് ഇന്ത്യയിൽ എവിടെ നിന്ന് വേണമെങ്കിലും ഹയർ ചെയ്യാം. ആളുകൾ ഇവിടെ വന്ന് ജോലി ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. കാരണം ടെക്നിക്കൽ ഹെഡ് മാതിരിയുള്ള പൊസിഷനിലേക്ക് അല്ലെങ്കിൽ ടോപ്പ് ആയിട്ടുള്ള പൊസിഷനിലേക്കൊക്കെ ഇതുണ്ട്. പക്ഷെ ഈ സ്മാർട്ട് സിറ്റി പരാജയപ്പെടുവാനുള്ള വേറൊരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളുടെ തന്നെ ഇപ്പോൾ ഇൻഫോ പാർക്കിലും ടെക്നോ പാർക്കിലും ഒക്കെ പ്രവർത്തിക്കുന്ന പല കമ്പനികളും ഇവിടുന്ന് ഷട്ട് ഡൗൺ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. അതിന് കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ കമ്പനികളിലൊക്കെ പ്രവർത്തിക്കാനായിട്ട് ശേഷിയുള്ള ആളുകളെ അവർക്ക് ലഭിക്കുന്നില്ല കേരളത്തിൽ എന്നുള്ളതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഇംഗ്ലീഷ് പരിജ്ഞാനം ഈ IT ജോബുകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. പക്ഷെ ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡെവലപ്പ് നമ്മുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമായി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കുട്ടികളുടെ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളുടെ ഒരു ഭാഷാ പരിജ്ഞാനത്തെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ചെയ്യുന്നില്ല എന്നതുകൂടി നമ്മൾ കാണണം. അപ്പോൾ സ്മാർട്ട് സിറ്റി ഇത് പരാജയപ്പെട്ടത് ഒരു ഗവൺമെന്റിന്റെ എന്ന് പറഞ്ഞാൽ CPM ഗവൺമെന്റിന്റെ മെല്ലപ്പോക്ക്, അത് സമയബന്ധിതമായി അവർക്കതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. സ്ഥലമേറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അവർ ഈ പദ്ധതിയെ കണ്ടിട്ടുള്ളത് സംശയ ദൃഷ്ടിയോടുകൂടിയാണ്. കേരളത്തിന്റെ മുഖച്ഛായ തന്നെ മാറിപ്പോകേണ്ടിരുന്ന ഒരു പദ്ധതിയാണ് ഇവർ കൊന്നുകളഞ്ഞത് എന്ന് പറയേണ്ടി വരും. കൊന്നുകളഞ്ഞത് എന്ന പദം തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ഇപ്പൊ ഇത് ഈ ടീകോം കമ്പനി എന്തുകൊണ്ടാണ് ഈ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങിയെന്ന് പറഞ്ഞാൽ, ഈ പദ്ധതി പ്രഖ്യാപിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇത് യാഥാർത്ഥ്യമാവാത്തൊരു സാഹചര്യം വരികയും ഇവര് ദുബായ് സർക്കാർ തന്നെ പല രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ അടക്കം അവർ വലിയ IT പ്രോജക്റ്റുകൾ പ്രഖ്യാപിക്കുകയും പല പദ്ധതികളും ആരംഭിക്കുകയും ചെയ്തു. പക്ഷെ നിർഭാഗ്യവശാൽ ഈ ടീകോം കമ്പനിക്ക് പല പദ്ധതികളും പിന്നീട് ബൈൻഡപ്പ് ചെയ്യേണ്ടി വന്നു. പല രാജ്യങ്ങളിലും ആരംഭിച്ച പദ്ധതികളൊക്കെ ബൈൻഡപ്പ് ചെയ്യുകയും ഒരു വലിയ സാമ്പത്തിക ബാധ്യതകളിലേക്ക് വരികയൊക്കെ ചെയ്തതോടുകൂടി അവർ IT മേഖലയിൽ തന്നെ പൂർണ്ണമായും പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ പദ്ധതിയും അതായത് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് അവർ പിൻവലിയുന്നത്. പക്ഷെ നമ്മൾ കാണേണ്ടത്, ഏറ്റവും ആദ്യം അവർ പ്രഖ്യാപിച്ച പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചിയിലെ കാക്കനാട് ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയായിരുന്നു. ആ പദ്ധതി യഥാർത്ഥത്തിൽ അന്ന് തന്നെ പ്രാവർത്തികമാക്കാൻ വേണ്ടി വളരെ സ്പീഡിൽ തന്നെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ടീകോം കമ്പനി ലാഭത്തിലായതിനെ ഇന്ത്യയിലെ ഈ IT വ്യവസായത്തിന് വലിയ ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് അത് മാറിയത്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, 13 വർഷം മുമ്പ് ഉണ്ടായിരുന്ന കേരളമോ അല്ലെങ്കിൽ IT-യുടെ ടെക്നോളജിയോ ഒന്നുമല്ല ഈ 2024 നിൽക്കുന്നത്. അത് AI വരെ കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി പറയുന്നത് ഈ സ്മാർട്ട് സിറ്റി സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് അവിടെ പുതിയ ഇന്റർനാഷണൽ കമ്പനികളെയൊക്കെ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. ഈ കാട്ടിൽ ഇപ്പൊ അവിടെ കാടാണുള്ളത്. അല്ല, ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ മൃഗശാല തുടങ്ങാലോ. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
കൃത്യമായ ഒരു സ്റ്റഡി ഇതിനെക്കുറിച്ചൊന്നും ഈ വ്യവസായ വകുപ്പിനില്ല. IT വകുപ്പിനും ഇല്ല. അപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ IT വകുപ്പ് മന്ത്രി. എന്താണ് IT ലോകത്ത് നടക്കുന്നതെന്നും അവിടെയുള്ള ബിസിനസ് ഭീമന്മാർ ആരാണെന്നും അവിടെ നമ്മുടെ ഈ നാട്ടിലുള്ള ചെറുപ്പക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന പുതിയ സ്റ്റാർട്ടപ്പ് പദ്ധതികൾ അതെന്താണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനൊന്നും സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല. ഇവർ ഇരുന്ന് പറയുകയാണ്. കാരണം ഞങ്ങൾ ഇത് ആളുകളുടെ കണ്ണിൽ പൊടിയിടുക. ഇനി നിയമസഭാ ഇലക്ഷന് 1 വർഷത്തെ വളരെ സമയമേ ബാക്കിയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ സമാനമായ രീതിയിലാണ് 2011 ഇവർ അഭ്യാസം കാണിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയൊക്കെ വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഏറ്റെടുക്കാം. അവിടെ നല്ല പദ്ധതികൾ കൊണ്ടുവരാം. IT പാർക്കായിട്ട് തന്നെ അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. പക്ഷേ അത് ഏത് രീതിയിൽ എന്നുള്ളതിനെ കുറിച്ചാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ വ്യവസായ വകുപ്പ് പറയേണ്ടത്. അത് പറയാൻ വ്യവസായ വകുപ്പിന് സാധിച്ചാൽ വ്യവസായ വകുപ്പ് സക്സസ് ആയി എന്ന് നമുക്ക് പറയാം. പക്ഷേ അത് സാധിക്കാതെ അവിടെ വീണ്ടും ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടം, അതായത് VS അച്യുതാനന്ദൻ ഉന്നയിച്ച പോലെയുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിനാണ് വ്യവസായ വകുപ്പ് തയ്യാറെടുക്കുന്നതെങ്കിൽ, ഏതെങ്കിലുമൊക്കെ ഒരു മൾട്ടിനാഷണൽ കോർപ്പറേറ്റ് ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നെഗോഷിയേഷൻസ് നടക്കുന്നുണ്ടാവുന്നേ. കാരണം ഇത് നടത്തിയതിനു ശേഷം ഇവരിത് വിൽപ്പനയ്ക്ക് അഡ്വാൻസ് വ്യവസായ വകുപ്പ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ വാങ്ങിയിട്ടുണ്ടോ എന്ന് മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി. അല്ല, സിബി പറഞ്ഞാണ് ഏറ്റവും അതിന്റെ ഒരു കാതലായ വിഷയം എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം ഏറ്റെടുപ്പ്, അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, അവിടെ ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്, ഇത് യഥാർത്ഥത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന വലിയൊരു അഴിമതിയല്ലാതെ ഉദ്യോഗസ്ഥന്മാർക്ക് എന്തൊക്കെ ലക്ഷ്യമിട്ടോ അവർക്ക് ആ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നല്ലാതെ യഥാർത്ഥത്തിൽ ഉദ്യോഗാർത്ഥികൾക്കോ അല്ലെ കേരളത്തിലെ പൊതുസമൂഹത്തിനോ യാതൊരു തരത്തിലുള്ള ഗുണവും ഈ പ്രൊജക്ട് കൊണ്ട് ഉണ്ടായില്ല എന്നുള്ളത് നമ്മളിൽ കാണേണ്ടത്. ഇപ്പൊ ഇത് തുടങ്ങുന്ന സമയത്ത് ചോദിച്ചു ഇൻഫോ പാർക്കും കൂടി ഈ പദ്ധതിയുടെ ഭാഗമായി കൂടെ എന്നൊക്കെ വലിയ ചർച്ചകളായിരുന്നു. അങ്ങനെ ആക്കിയിരുന്നെങ്കിൽ ഇൻഫോ പാർക്കിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? അപ്പൊ ഈ ഇപ്പോൾ സംഭവിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് സംഭവിക്കുന്നത് എന്താണ്? ഈ ഏറ്റെടുത്ത സ്ഥലത്ത് നിന്നും ഇനി അവർ പിൻവാങ്ങുന്നതിനായിട്ട് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പോവാണ് സർക്കാർ. അവിടെയാണ് വിചിത്രമായൊരു സംഭവം എന്ന് പറയുന്നത്. കേരള സർക്കാർ വില കൊടുത്തു വാങ്ങിച്ച സ്ഥലം ഇവരുടെ പിടിപ്പുകേട് കാരണം ഈ പദ്ധതി ഒരുപാട് ലാഗ് ചെയ്യുകയും ഈ പദ്ധതി ആരംഭിക്കാനുള്ള ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഇപ്പം 1 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് പ്രത്യക്ഷമായും പരോക്ഷമായും ജോലി കിട്ടിയ എത്ര പേർക്കാണ്? 9,000 പേർക്കാണ് ആ ജോലി കിട്ടിയത്. അവിടെ 1-2 കമ്പനികൾ ആരംഭിക്കുകയൊക്കെ ചെയ്തപ്പോൾ വലിയ സംഭവമായിട്ടൊക്കെ ചിത്രീകരിക്കുകയും ചെയ്തു. 9,000 പേർക്ക് ജോലി കിട്ടി. ആ സ്ഥാപനങ്ങൾ പോലും അവിടെ തുടരുക എന്നുള്ള കാര്യത്തിൽ ഇപ്പൊ ഒരു സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതിനിടയിൽ കുറെ പൈസ കൂടി ടീകോമിന് അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി ഒരു സമിതി ഉണ്ടാക്കിയൊക്കെയാണ്. സാറേ, ഇതിനകത്ത് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു സംവിധാനം അവിടെ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഇന്റർനാഷണലി വർക്ക് ചെയ്യുന്ന കമ്പനികളെ ഹയർ ചെയ്ത് കേരളത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇന്റർനാഷണൽ കോർപ്പറേറ്റ് കമ്പനികളെ സംബന്ധിച്ചിട്ട് അവർ നോക്കുമ്പോൾ ഇവിടുത്തെ ആളുകൾക്ക് കൊടുക്കേണ്ട ബേസിക് സാലറി, അതോടൊപ്പം തന്നെ ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസ്, ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഇവിടുത്തെ സ്റ്റാർ ഹോട്ടലുകൾ, ഇതൊക്കെ പരിഗണിക്കുന്നേ. ഈ ബ്രഹ്മപുരത്തിന് മാലിന്യ പ്ലാന്റിന് തൊട്ടടുത്താണ് ഈ സ്മാർട്ട് സിറ്റി എന്നുള്ള കാര്യം നമുക്കറിയാലോ. അപ്പൊ ഈ ബ്രഹ്മപുരം വരെ ഈ സ്മാർട്ട് സിറ്റിക്ക് തടസ്സമായിട്ട് മാറും എന്നുള്ളതിന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്റർനാഷണൽ കോർപ്പറേറ്റ് കമ്പനികൾ തങ്ങളുടെ സ്റ്റാഫിന്റെ സുരക്ഷിതത്വവും അവരുടെ ഹെൽത്തും അവരുടെ ആറ്റിറ്റ്യൂഡും ഒക്കെ കറക്റ്റായിട്ട് ഹെൽത്തും ഒക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഈ ബ്രഹ്മപുരം തൊട്ടടുത്തൊരു ബ്രഹ്മപുരം കിടക്കുകയും അവിടെ നിന്ന് കഴിഞ്ഞ വർഷം തന്നെ ഇതിനുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഈ ബ്രഹ്മപുരം ഒക്കെ ഇന്റർനാഷണലി അവർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആളുകളൊക്കെ വെച്ച് കഴിയുമ്പോഴേക്കും അവർ ഐഡന്റിഫൈ ചെയ്യുന്നതോടുകൂടി വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടായിരിക്കും എഴുതി കൊടുക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഇൻഫോ പാർക്ക് അവിടെ വളരെ വിജയകരമായി ലാഭത്തിൽ വലിയ ഒരുപാട് കമ്പനികൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ കാണണം. മുമ്പ് ഡെവലപ്പ് ചെയ്തത്, അതെ, അത് ഇപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഫോ പാർക്ക് ഇപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ടാറ്റ കൺസൾട്ടൻസി പോലുള്ള വലിയ ഇന്റർനാഷണൽ കമ്പനികൾ അവിടെ വന്ന് വലിയ ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കാണേണ്ടത് ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് ഇല്ല എന്നുള്ളത് കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ. കേരളത്തിൽ ഇവിടെ വിവാദങ്ങൾ ഭക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള വികസന പ്രക്രിയകൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനോ അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു മൊത്തത്തിലുള്ള വികസനമോ ആരും ലക്ഷ്യമിടുന്നില്ല. എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുക. ഇവിടെ ഇതാ ഒറ്റ മാസം കൊണ്ട് 1 ലക്ഷം വ്യവസായങ്ങൾ വന്നിരിക്കുന്നു പറയുക. കേരളമാണ് രാജ്യത്ത് തന്നെ വ്യവസായത്തിന് ഏറ്റവും സുരക്ഷിതമായ സ്ഥലമെന്നും ഇവിടെ വ്യവസായ സൗഹൃദ അന്തരീക്ഷം നിലനിൽക്കുന്നു എന്നൊക്കെ വെറുതെ പ്രഖ്യാപിക്കുകയും എന്നാൽ യഥാർത്ഥത്തിൽ ഒരു മാതൃകയാവേണ്ട അല്ലെങ്കിൽ വലിയ മൈൽ സ്റ്റോണായി മാറേണ്ട ഒരു വ്യവസായവും കേരളത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സ്മാർട്ട് സിറ്റി പദ്ധതി എന്ന് നമ്മളിൽ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ചത്തുപോയ പദ്ധതികളുടെ കണക്കെടുക്കുന്നതിൽ ഒരു ചത്തുപോയ പദ്ധതി കൂടി ഇതാ വന്നിരിക്കുന്നു, സ്മാർട്ട് സിറ്റി പദ്ധതി. ഇനി ആ സ്ഥലമൊക്കെ ഇനി സർക്കാർ തിരിച്ചെടുത്തിട്ട് അത് മുറിച്ചു വിൽക്കുമായിരിക്കും. പക്ഷേ
ഇത് റിയൽ എസ്റ്റേറ്റിന് മാത്രമേ അത് ഗുണം ചെയ്യുള്ളൂ, അല്ലാതെ IT വ്യവസായത്തിന് എന്തെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. അതുകൊണ്ട് കേരളം നേരത്തെ പ്രഖ്യാപിച്ച സിംഗപ്പൂർ പോലെ ആവും എന്ന് പ്രഖ്യാപിച്ചിരുന്നു, അല്ലെങ്കിൽ കൊച്ചി സിംഗപ്പൂർ നഗരം പോലെ വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്തൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. സിംഗപ്പൂരൊന്നും ആയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ഹൈദരാബാദൊക്കെ ആക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഇവിടെ ഭാഗത്ത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഒന്നും ഉണ്ടായില്ല എന്നുള്ളത് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ വലിയ ദുഃഖകരമായ ഒരു അവസ്ഥ തന്നെയാണ്. ഏതൊക്കെയാലും കേരളത്തിലെ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ, ടെക്നിക്കലി വളരെ അറിവുള്ള ആളുകൾ, പക്ഷേ കേരളത്തിലെ പുലിക്കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ കേരളത്തിലെ സിംഹക്കുഞ്ഞുങ്ങളെ ഭരിക്കുന്നത് ചില കഴുതകളാണ് എന്ന് തുറന്നു പറയേണ്ടിയിരിക്കുന്ന ഒരു സമയമാണ് ഇത്. ഇനിയെങ്കിലും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളുകൾ അവർ നിങ്ങളെപ്പോലെയുള്ള പുലിക്കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ സിംഹക്കുഞ്ഞുങ്ങളെ ഭരിക്കാൻ ശേഷിയുള്ള നല്ല ഒന്നാന്തരം സിംഹങ്ങളെ തിരഞ്ഞെടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.